പ്രസിദ്ധമായ മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ശിവപുരാണ മഹായജ്ഞത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 7 മുതൽ 17 വരെയാണ് ശിവപുരാണ മഹായജ്ഞം നടക്കുക. ആണ്ടുപിറപ്പിനോടനുബന്ധിച്ചാണ് ക്ഷേത്രത്തിൽ യജ്ഞം നടത്തുന്നത്. പാർവതീദേവിക്ക് 7 ദിവസമായി വിശേഷാൽ സ്വയംവര പാർവതി പൂജ, വടക്കനപ്പന് ദശാവതാര ചാർത്ത, മഹാദേവന് ചിങ്ങം 1-ാം തീയതി ലക്ഷാർച്ചന എന്നിവയും ഇതോടൊപ്പം നടക്കും. ചടങ്ങുകൾക്ക് താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ മൂനാട്ട് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ആഗസ്റ്റ് 7-ാം തീയതി മുതൽ ശിവമഹാപുരാണ യജ്ഞം നടക്കുകയാണ്. വെള്ളത്തിട്ട കിഴക്കേടത്തുമന മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഈ ക്ഷേത്രത്തിൽ 18 മഹാപുരാണങ്ങളും പാരായണം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത് യജ്ഞം പുനരാരംഭിക്കുകയാണ്. യജ്ഞത്തോടനുബന്ധിച്ച് വിശേഷമായിട്ട് വടക്കനപ്പനായ വിഷ്ണുവിന് ദശാവതാര ചാർത്ത്, അവതാരമന്ത്ര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവയും ശ്രീ പാർവതീദേവിക്ക് 7 ദിവസമായിട്ട് വിശേഷാൽ സ്വയംവര പാർവതി പൂജയും നടക്കുന്നു. ഇതിൽ ശ്രീ പാർവതിയെ പാർവതീയാമത്തിൽ സ്വയംവര പാർവതി അഭിജ്ഞാനത്തിൽ പഞ്ചസാര ചേർത്ത അട, പാൽപായസം, കരിക്ക്, വെറ്റിലപാക്കം എന്നിവയോടുകൂടി നേദിച്ച് പൂജിക്കുന്നതാണ് വിശേഷാൽ സ്വയംവര പാർവതി പൂജ. വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും ദീർഘമംഗല്യത്തിനുമാണ് ഈ സ്വയംവര പാർവതി പൂജ വിശേഷമായിട്ട് നടത്തുന്നത്. അതോടൊപ്പം തന്നെ വടക്കനപ്പനായ മഹാവിഷ്ണുവിന് ദശാവതാര 10 അവതാരങ്ങളും ചാർത്തി വിശേഷാൽ പൂജ കഴിക്കുകയും ചിങ്ങമാസം 1-ാം തീയതി ലക്ഷാർച്ചനയോടുകൂടി ചടങ്ങുകൾ സമാപിക്കും. ശൈവപുരാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീമദ് ശിവപുരാണം. 14 സംഹിതകളുള്ള ഇതിൽ 24,000 ശ്ലോകങ്ങളാണുള്ളത്. 9 ദിവസങ്ങളിലായാണ് മഹാശിവപുരാണ യജ്ഞം ക്ഷേത്രത്തിൽ നടത്തുന്നതെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ VS ജയൻ, സെക്രട്ടറി S ഗോപാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു.